എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്നലെ നമ്മൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ കേസുകളുടെ വർധനവിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന പല കമൻറ്റുകളും ഇവിടുത്തെ ഫാർമ കമ്പനീസ് ഇതിൽ നിന്ന് ഒരുപാട് ലാഭമാണ് കൊയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. കൊറോണ ഈസ് റിയൽ, അത് യാഥാർത്ഥ്യമാണ്. നമ്മളെ കൊറോണ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാക്ഷ്യം നേരിട്ടറിയാൻ പറ്റും. അപ്പോൾ അത് തട്ടിപ്പൊന്നുമല്ല. പക്ഷെ മറ്റ് പല മാർഗ്ഗങ്ങളിലൂടെ ഇവിടുത്തെ ഫാർമ കമ്പനീസ് നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ചില ഫാർമ കമ്പനീസും ചില പർട്ടിക്കുലർ ഡോക്ടേഴ്സും ചില ലാബുകളും കൂടി ചേർന്ന് ഇവിടെ ഒരു കോക്കസ് സൃഷ്ടിച്ച് സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് പൈസ ഊറ്റി എടുക്കുന്നുണ്ടോ? തോന്നിയിട്ടില്ലേ? അതായത് നിങ്ങളൊരു ചെറിയ ഒരു തുമ്മലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഡോക്ടർ നിങ്ങൾക്ക് വില കൂടിയ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് അനാവശ്യ ടെസ്റ്റുകൾ എടുക്കാൻ പറയുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ? ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത് സാധാരണക്കാരനാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് സജഷനായിട്ട് നിങ്ങളുടെ ടൈം ലൈനിലേക്ക് വന്നോളും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ ലോകത്ത് പുതിയൊരു രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാർമ കമ്പനീസ് ഈ ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് വലിയ പരീക്ഷണങ്ങൾ നടത്താറുണ്ടല്ലേ. ഈ ഒരു പരീക്ഷണത്തിന് ഒരുപാട് സമയവും കഠിനാധ്വാനവും അതോടൊപ്പം വലിയ ഭീമമായിട്ടുള്ള ഒരു തുക, പണച്ചിലവും അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ജേർണൽ ഓഫ് ഹെൽത്ത് എക്കോണമിക്സിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പഠനപ്രകാരം ഇതുപോലെ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന രോഗത്തിന് പുതിയൊരു മരുന്ന് നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ്, ചിലവുകൾ എന്ന് പറയുന്നത് ഏകദേശം $2.6 ബില്യൺ ആണ്. ഇതെന്ന് പറയുന്നത് ഏകദേശം 17-18,000 കോടി രൂപയോളം വരുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പുതിയൊരു രോഗത്തിന് ഒരു ഫാർമ കമ്പനി ഒരു മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 20 വർഷത്തേക്ക് അവർക്ക് അതിനുള്ള പേറ്റന്റ് എടുക്കാൻ പറ്റും. ഇത് 20 വർഷം മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു 20 വർഷത്തിൽ കമ്പനിക്ക് തീരുമാനിക്കാം ഈ മരുന്നിൻ്റെ വില. അതായത് 20 വർഷത്തേക്ക് കമ്പനിയുടെ മാത്രം കുത്തകയായിരിക്കും ഈ ഒരു മരുന്നെന്നുള്ളത്. ഈ പേറ്റന്റ് എടുത്ത 20 വർഷത്തിനുള്ളിൽ മറ്റ് ഒരു കമ്പനികൾക്കും ഈ മരുന്ന് നിർമ്മിക്കാനോ വിൽക്കാനോ അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു മരുന്നുകളെ പറയുന്ന പേരാണ് ബ്രാൻഡഡ് മെഡിസിൻ എന്നുള്ളത്. അതായത് ആ ഒരു പേറ്റന്റ് നിൽക്കുന്ന ആ ഒരു ടൈം പീരീഡിൽ ആ ഒരു കമ്പനിക്ക് ഇഷ്ടമുള്ള വിലയിൽ അവർക്ക് പബ്ലിക്കിന് വിൽക്കാൻ സാധിക്കും. മറ്റൊരു കമ്പനികൾക്ക് ഇത് നിർമ്മിക്കാനോ വിൽക്കാനോ സാധിക്കില്ല. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, എന്നാൽ മറ്റ് കമ്പനികൾക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരും ഉണ്ടാക്കുമല്ലോ എന്നല്ലേ. അങ്ങനെയല്ല, ഇത് അനിവാര്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. കാരണം ഈ ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരുപക്ഷെ ആ കമ്പനി ചിലവാക്കിയിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പഠനം പറയുന്നത് പോലെ $2.6 ബില്യൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ആ ഒരു കഠിനാധ്വാനത്തിനും അത്രയും തുക ചെലവഴിച്ചതിനുമുള്ള പ്രതിഫലം കിട്ടേണ്ടതുണ്ടല്ലേ. ഈ ഒരു 20 വർഷം കൊണ്ട് ഈ ചെലവഴിച്ച തുക മൊത്തമായിട്ട് ഈ കമ്പനിക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഭൂരിഭാഗം കേസുകളും അതിനേക്കാളും ഇരട്ടിയോളം പ്രോഫിറ്റാണ് ഈ കമ്പനി നേടുന്നതും. അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും 20 വർഷത്തേക്ക് പേറ്റന്റ് കൊടുത്തില്ലെങ്കിൽ ഈ കമ്പനി ചെലവാക്കിയിട്ടുള്ള മുതൽ മുടക്ക് അവർക്ക് തിരികെ പിടിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അവർക്കൊരു റിവാർഡ് കൊടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പേറ്റന്റ് അവസാനിച്ചു. ഈ പേറ്റന്റ് കാലാവധിയുള്ള 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതൊരു ഫാർമ കമ്പനിക്കും ആ ഒരു മരുന്നിൻ്റെ കെമിക്കൽ ഫോർമുല എടുത്ത് അതേപടി നിർമ്മിച്ച് അവർക്ക് പബ്ലിക്കലി വിൽക്കാൻ സാധിക്കും. ഇതിനെയാണ് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ബ്രാൻഡഡ് മെഡിസിൻ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു കമ്പനി മാത്രമാണ് വിൽക്കുന്നത്, അവരുടെ കുത്തകയാണ്, അവർ തീരുമാനിക്കുന്നതാണ് വില. അതുകൊണ്ട് വലിയ തുകയ്ക്കായിരിക്കും, വലിയ പ്രീമിയം തുകയ്ക്കായിരിക്കും അവർ വിൽക്കുന്നതല്ലേ. പക്ഷേ ജനറിക് മെഡിസിൻ ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരുപാട് ഫാർമ കമ്പനീസ് ഇന്ത്യയിലുണ്ട്. അവരെല്ലാവരും തന്നെ ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കും, കോമ്പറ്റീഷൻ കൂടും. മാത്രമല്ല ഈ കമ്പനികളൊന്നും റിസർച്ചിന് വേണ്ടിയിട്ടോ മറ്റ് പഠനങ്ങൾക്ക് വേണ്ടിയിട്ടോ കാര്യമായിട്ടുള്ള തുകകൾ ചെലവഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു മരുന്ന് വിൽക്കുന്നത് വളരെ ചീപ്പ് റേറ്റിനായിരിക്കും അല്ലേ. അപ്പോൾ FDA ഒരു കണക്കുകൾ പ്രകാരം പറയുന്നത് ഈ ജനറിക് മെഡിസിൻ എന്നുള്ളത് ബ്രാൻഡഡ് മെഡിസിനേക്കാളും 80-85% ചീപ്പറായിരിക്കും. അതായത് നിങ്ങളൊരു 100 രൂപയ്ക്കാണ് ഒരു ബ്രാൻഡഡ് മെഡിസിൻ മേടിക്കുന്നതെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങൾ ജനറിക് മെഡിസിൻ ആയി കഴിഞ്ഞ് മേടിച്ചു കഴിഞ്ഞാൽ 15-20 രൂപ മാത്രമേ അതിനുണ്ടാകത്തുള്ളൂ. അത്രയും പ്രൈസ് ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. ഇത്രയും ചെറിയ തുകയ്ക്ക് വിൽക്കുന്നതുകൊണ്ട് ഈ കമ്പനീസിന് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും. കാരണം അവരുടെ മുതൽ മുടക്കെന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് മറ്റൊരു കമ്പനി നടത്തിയിട്ടുള്ള ഒരു പഠനം എടുത്തിട്ട് ഇവർ അതേപടി ഉണ്ടാക്കിയാണ്. ഇവർക്ക് ആ ഒരു പഠനം നടത്താനായിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള ഈ ഒരു $2 ബില്യൺ ഒന്നും ചിലവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസിൽ വിറ്റ് കഴിഞ്ഞാൽ പോലും അവർക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുന്നത് ലാഭം തന്നെയാണ്. മറ്റൊരു സംശയം എല്ലാവർക്കും തോന്നിയേക്കാവുന്നത്, അല്ല ഈ ബ്രാൻഡഡ് മെഡിസിനും ജനറിക് മെഡിസിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡഡ് മെഡിസിൻ ആണോ ജനറിക് മെഡിസിൻ ആണോ കഴിക്കേണ്ടത്? ഏത് കഴിച്ചാലാണ് എഫക്റ്റ്? നമുക്ക് അസുഖം മാറണമല്ലോ, ഏത് കഴിച്ചാലാണ് കൂടുതൽ എഫക്റ്റ് എന്നല്ലേ. വസ്തുതാപരമായിട്ടുള്ള കാര്യം പറയുവാണെങ്കിൽ സത്യസന്ധമായിട്ട് മനസ്സിലാക്കുക, ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുക. ഇത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. സെയിം കെമിക്കൽ കോമ്പിനേഷനാണ് അവരവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഗവൺമെൻറ്
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന രണ്ടും ഒരേ തരത്തിൽ എഫക്റ്റീവാണ് എന്നുള്ള വസ്തുത ആദ്യം മനസ്സിലാക്കുക. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫാർമ കമ്പനികൾക്ക് ഈ ജനറിക് മെഡിസിനോട് അത്ര വലിയ താല്പര്യമില്ല. അവർക്ക് ബ്രാൻഡഡ് മെഡിസിനോടാണ് പ്രിയം. കാരണം ബ്രാൻഡഡ് മെഡിസിനാണ് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുന്നത്. ജനറിക് മെഡിസിൻ ഒട്ടും ലാഭം അവർക്ക് ഉണ്ടാക്കാറില്ല. മാത്രമല്ല ജനറിക് മെഡിസിൻ മറ്റൊരുപാട് കമ്പനീസ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ കച്ചവടം കുറയുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കമ്പനി ചെയ്യുന്നത് എന്താണ്? അതായത് 20 വർഷം മാത്രമാണ് ഇവർക്ക് അതിൻ്റെ പേറ്റൻറ്റ് സൂക്ഷിക്കാൻ പറ്റുക. 20 വർഷം മാത്രമാണ് ഇവർ നിശ്ചയിച്ച വിലയിൽ വിൽക്കാൻ പറ്റുക. പിന്നീട് വിലയൊക്കെ നിശ്ചയിക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ കമ്പനികൾ ചെയ്യുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു അസുഖത്തിൻ്റെ ഒരു മരുന്ന് കണ്ടുപിടിച്ചല്ലേ, 20 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ പേറ്റൻറ്റ് തീരും. അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രവൃത്തി ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു മരുന്നിൻ്റെ കോമ്പോസിഷൻ ഉണ്ടാവുമല്ലോ, അതിനൊരു പൊടിക്ക് മാറ്റം വരുത്തും. അതായത് എഴുതി ചേർക്കാൻ പാകത്തിന്, അതായത് ഡാറ്റ കാണിക്കുമ്പോഴേക്കും ഇന്ന സാധനം കൂടെ ആഡ് ചെയ്തു എന്ന് പറയാൻ ഒരു പേരിന് വേണ്ടി മാത്രം ഒരു സാധനം ആഡ് ചെയ്തിട്ട് അത് വീണ്ടും അതിന് റീബ്രാൻഡ് ചെയ്ത് പുതിയ പേരിൽ പേറ്റന്റ് എടുക്കും. അപ്പോൾ ആ മരുന്ന് അവർക്ക് ബ്രാൻഡഡ് ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് സെല് ചെയ്യാൻ സാധിക്കും. ഇതാണ് കമ്പനികൾ ചെയ്യുന്ന ഒരു തന്ത്രം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് ഇതേ മരുന്ന് തന്നെ അടുത്ത 20 വർഷത്തേക്കും യാതൊരുവിധ കോമ്പറ്റീഷനും ഇല്ലാതെ അവർ തീരുമാനിക്കുന്ന വിലയിൽ സെല് ചെയ്യാൻ സാധിക്കും. ആകപ്പാടെ ഒരു പൊടിക്ക് ചെറുതായിട്ടൊരു കെമിക്കൽ കോമ്പിനേഷൻ മാത്രമാണ് അവിടെ മാറ്റിയിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾ പാരസെറ്റാമോളുകൾ പല കമ്പനികളുടെ പല പേരുകളിൽ കാണാൻ സാധിക്കും അല്ലേ. പക്ഷേ നിങ്ങളത് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തെ സാൾട്ടുകളെല്ലാം ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ പല കമ്പനീസും പാരസെറ്റാമോളും സിട്രോസിനും കൂടെ പല കോമ്പിനേഷനിൽ മിക്സ് ചെയ്യാറുണ്ട്, എന്നിട്ട് അതിനെ ബ്രാൻഡഡ് ആക്കാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളൊരു 500 mg പാരസെറ്റാമോൾ, അത് ഏത് കമ്പനിയുടെ ആകട്ടെ, 1 രൂപയ്ക്ക് കിട്ടുന്ന പാരസെറ്റാമോൾ ആകട്ടെ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന പാരസെറ്റാമോൾ ആകട്ടെ, ബ്രാൻഡഡ് ആകട്ടെ, നിങ്ങൾ കഴിക്കുകയാണ്. അത് നിങ്ങളുടെ ശരീരത്ത് ആക്ട് ചെയ്യുന്നത് ഒരേ തരത്തിലാണ്. അതിൻ്റെ അകത്ത് യാതൊരുവിധ മാറ്റം ഉണ്ടാകുന്നില്ല. നിങ്ങൾ വിചാരിക്കും 1 രൂപയുടെ പാരസെറ്റാമോളിനേക്കാൾ നല്ല 100 രൂപയുടെ അല്ലേ. നല്ല നിങ്ങളുടെ ശരീരത്ത് ബ്രാൻഡഡ് ആയാലും ജനറിക് ആയാലും അത് ആക്ട് ചെയ്യാൻ പോകുന്നത് ഒരേ തരത്തിലാണ്. ആ മരുന്നുകളിൽ യാതൊരുവിധ കെമിക്കൽ കോമ്പോസിഷനിലുള്ള മാറ്റങ്ങളും ഇല്ല. ഈ ഒരു സത്യം ആദ്യം തിരിച്ചറിയുക. ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കേരള സർക്കാരിന്റെ ഈ ഒരു ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തെ ഏതൊരു മെഡിക്കൽ വെബ്സൈറ്റുകളിൽ പോയാലും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാൽ കൂടിയിട്ട് ഈ ഒരു കാര്യം ജനറിക്കും ബ്രാൻഡഡ് തമ്മിൽ അതിൻ്റെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് പലർക്കും അറിയത്തില്ല. ഇത് മനസ്സിലാക്കാൻ MBBS ഡിഗ്രി ഒന്നും ആവശ്യമില്ല. ഈവൻ ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലർക്കും മറ്റ് ഡിഗ്രിയും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഇത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. എന്തിനേറെ പറയുന്നു, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു, ടേക്ക് ജനറിക് മെഡിസിൻ ഉള്ളി, ജനറിക് മെഡിസിൻ കഴിക്കുക, ജനറിക് മെഡിസിൻ കഴിക്കുക എന്ന്. പക്ഷേ ആര് കേൾക്കാൻ. हम कानूनन व्यवस्था करने वाले हैं. डॉक्टर पर्ची लिखेंगे तो उसमें लिखेंगे कि जेनरिक दवा खरीदने के लिए. എന്തായാലും ഈ വീഡിയോയുടെ നോളജ് പാർട്ട്ണർ എന്നുള്ളത് ഡിറ്റോ ഇൻഷുറൻസ് ആണ്. നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എല്ലാ വ്യക്തികളും മസ്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കേണ്ട ഒന്നാണ്. അല്ലാതെ ഇനി ഹെൽത്ത് അല്ലാതെ ടേം എടുക്കണമെങ്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്ലാൻ ഏതാണ് അത് അനായാസം ഡിറ്റോ വഴി കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിറ്റോ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ കയറുക. അതിനുശേഷം ബുക്ക് എ ഫ്രീ കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡേറ്റും ഒരു സമയവും തിരഞ്ഞെടുക്കുക. ആ ഒരു സമയത്ത് ഡിറ്റോയിൽ നിന്നും ഒരു വ്യക്തി നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇതല്ലാതെ മറ്റൊരു തരത്തിലുള്ള സ്പാം കോളുകളോ പ്രമോഷണൽ ആയിട്ടുള്ള SMS-കളോ മെയിലുകളോ ഒന്നും തന്നെ ഇതിലേക്ക് വരത്തില്ല. മാത്രമല്ല ഇൻഷുറൻസിലൂടെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് വകുപ്പ് 80C 80D പ്രകാരം 1.5 ലക്ഷത്തോളം രൂപ ടാക്സ് സേവിംഗ് നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് അത് മസ്റ്റാണ് കേട്ടോ. സത്യസന്ധമായിട്ട് ഉള്ള കാര്യം പറയുകയാണ്. ഈ വീഡിയോയുടെ അവസാനം ഒന്നുകൂടി ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എന്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊണ്ട് പരിശോധിച്ച് നോക്കാൻ ശ്രമിക്കുക. എന്തായാലും നമ്മൾ വിഷയത്തിലേക്ക് തിരികെ വരുവാണെങ്കിൽ നമ്മൾ ജനറിക് മെഡിസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ടുള്ളൊരു ബോധവൽക്കരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എത്ര തവണ അഡ്വൈസറീസ്, എത്ര തവണ നിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ആൾക്കാർക്ക്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ ജനറിക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യൂ എന്നുള്ളത്. പക്ഷേ ഇതൊരു നിയമമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ കാര്യവും പിന്നീട് ഞാൻ പറയാം. മാത്രമല്ല ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ജൻ ഔഷധി എന്ന് പറയുന്ന ഒരു പദ്ധതി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൻ ഔഷധിയുടെ മെഡിക്കൽ സ്റ്റോറുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ജനറിക് മെഡിസിൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡോക്ടേഴ്സ് വീണ്ടും ഈ ഒരു ബ്രാൻഡഡ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനറിക് മെഡിസിൻ അവർ കൂടുതലായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മളൊരു നിയമം പാസ്സാക്കിയിട്ട് ഈ ഒരു സംഭവം നടപ്പിലാക്കും എന്നും പറഞ്ഞ് ഡോക്ടേഴ്സിനെ വാൺ ചെയ്യുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഡോക്ടേഴ്സ് കൂടുതലായിട്ടും ബ്രാൻഡഡ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഗവൺമെന്റിന് ഇങ്ങനത്തെ ഒരു നിയമം നടപ്പിലാക്കിക്കൂടാ? അതായത് ഡോക്ടേഴ്സ്
കൂടുതലായിട്ട് ജനറിക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്ന ഒരു നിയമം. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നതല്ലേ. അങ്ങനത്തെ ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ സംസാരിക്കാം. എന്തായാലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഡോക്ടേഴ്സ് കൂടുതലായിട്ട് ജനറിക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ചികിത്സാ ചെലവ് വളരെ കുറയ്ക്കാൻ സാധിക്കും. അതിൻ്റെ നല്ലൊരു ശതമാനം കുറവായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ സാധാരണ പാവപ്പെട്ടവരൊക്കെ മരുന്നുകൾ മേടിക്കാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെല്ലുമ്പോഴാണ് അവർ അറിയുന്നത് ഈ ഒരു മരുന്നിന് ഇത്രയും വിലയൊന്നുള്ളതല്ലേ. പക്ഷേ അതേ മരുന്ന് മറ്റൊരു കമ്പനി കുറച്ച് വ്യത്യാസത്തിൽ ജനറിക് മെഡിസിൻ ആയിട്ട് ഇറക്കിയിട്ടുണ്ടാകും. പക്ഷേ അത് അവർ പറയത്തില്ല. ഡോക്ടേഴ്സ് ഇത് കുറിച്ച് കൊടുത്ത് സാധാരണക്കാരെ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ 1 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുമോ? നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമോ? നമ്മൾ എന്തോന്നറിയായി കാണിക്കുന്നതെന്നല്ലേ. പക്ഷേ ബ്രാൻഡഡ് എന്ന് പറഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല, അത് ബ്രാൻഡഡ് അല്ലേ. ഇപ്പോൾ ഒരു കാപ്പിക്ക് നമ്മൾ സാധാരണ ഒരു കടയിൽ നിന്ന് കുടിക്കുമ്പോൾ 10 അല്ലെങ്കിൽ 15 രൂപയാണ്. മറിച്ച് നിങ്ങൾ സ്റ്റാർബക്സ് കാപ്പി കുടിക്കുവാണെങ്കിൽ 200, 250, 300 രൂപയാണ്. അത് പ്രശ്നമില്ല, ബ്രാൻഡഡ് അല്ലേ. ഇത് തന്നെയാണ് ഈ ഒരു സംഭവത്തിലും ഈ ഒരു മെഡിക്കൽ ഫീൽഡിലും ഈ ഒരു ഫാർമ ഫീൽഡിലും നടക്കുന്നത്. 1 രൂപയുടെ മരുന്ന് ഒരു ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കേഷനോടെ ഒരു കമ്പനി ബ്രാൻഡഡ് ആയിട്ട് അവർക്ക് തോന്നിയ വിലയിൽ ഈ ഒരു 20 വർഷ കാലയളവിനുള്ളിൽ വിൽക്കുകയാണ്. നമുക്ക് ഡോക്ടർമാരെ വിശ്വാസമല്ലേ. നമ്മുടെ മെഡിക്കൽ സ്റ്റോർ ചെന്നിട്ട് പറയും ഈ മരുന്നാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കടക്കാരൻ ചിലപ്പോൾ പറയും, മെഡിക്കൽ സ്റ്റോറുകാരൻ പറയും ഈ ഒരു മരുന്നില്ല, ഇതിൻ്റെ തന്നെ വേറെ കമ്പനിയുടെ ഉണ്ട്, അതിന് വിലക്കുറവാണ്. നമ്മൾ പറയും വേണ്ട, എൻ്റെ ഡോക്ടറിനെ എനിക്ക് വിശ്വാസമാണ്, ഞാൻ അദ്ദേഹം എഴുതുന്ന മരുന്ന് മാത്രമേ കഴിക്കത്തുള്ളൂ, വേറെ കമ്പനീസിൻ്റെ ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് എല്ലാ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിനോ ആപ്ലിക്കബിൾ അല്ല. ഒരു ശതമാനം മാത്രം എന്ന് ആദ്യമേ വളരെ വ്യക്തമായിട്ട് പറഞ്ഞോട്ടെ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡോക്ടർമാരെ കാണാനിരിക്കുമ്പോഴേക്കും പുറത്ത് വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പോഴേക്കും 2 മെഡിക്കൽ റെപ്പുകൾ അകത്തേക്ക് പോകുന്ന കാണാനില്ല. ആരാണ് ഈ മെഡിക്കൽ റെപ്പുകൾ? അവർ ആ ഒരു ഫാർമ കമ്പനിയുടെ പർട്ടിക്കുലർ മരുന്ന് പ്രൊമോട്ട് ചെയ്യാൻ വരുന്നവരാണ്. അവർ ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടറിന് ഒരുപാട് ശതമാനം പ്രോഫിറ്റുകളും കോംപ്ലിമെൻറ്റുകളും ഓഫർ ചെയ്യും. അങ്ങനെ ആ ഒരു ഏത് രോഗത്തിനുള്ള മരുന്നാണോ ആ ഒരു രോഗമായിട്ട് വരുന്നവർക്ക് ഡോക്ടർ ഈ ഒരു ബ്രാൻഡഡ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. ഇതുവഴി റിപ്പോർട്ടുകൾ പറയുന്ന പ്രകാരം ഡോക്ടറിന് 30% മുതൽ 40% വരെ ആ ഒരു മരുന്നിൻ്റെ വിലയിൽ നിന്നുള്ള ലാഭമാണ്, ഷെയറാണ് ഡോക്ടറിന് കിട്ടുന്നത്. ഇത് നടക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഏതൊരു കമ്പനി ആയിട്ടാണോ ആ ഡോക്ടർ ടൈപ്പ് ചെയ്യുന്നത് അവരുടെ മരുന്ന് കുറിക്കും. ഒരുപക്ഷെ അതിൻ്റെ സെയിം മരുന്ന് തന്നെ 10 വിലയിൽ മാർക്കറ്റിൽ കാണുമായിരിക്കും. പക്ഷേ ഓക്കെ, അത് ചെയ്യുന്നത് ശരിയാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളല്ല, അതെനിക്ക് പറയാനുള്ള അധികാരമില്ല. എന്തായാലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഫാർമ കമ്പനീസ് ഡോക്ടേഴ്സിന് ഈ ഫോറിൻ ടൂറുകൾ ഓഫർ ചെയ്യാറുണ്ട് എന്നുള്ളത്. ഇനി ഏതെങ്കിലും ഡോക്ടേഴ്സ് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, അവർക്ക് ഏറ്റവും വില കുറഞ്ഞ സെയിം മരുന്ന് തന്നെ കുറിച്ച് കൊടുക്കാം. അല്ലാതെ മോശം മരുന്നല്ലല്ലോ, എഫക്റ്റ് കുറഞ്ഞ മരുന്നല്ല, ഒരേ എഫക്റ്റുള്ള 1 രൂപയുടെയും ചിലപ്പോൾ 100 രൂപയുടെയും മരുന്നുകളാണ്. 1 രൂപയുടെ കുറിച്ച് കൊടുത്താൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവിടെ മറ്റൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാർമ കമ്പനീസ് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോറുകളെയും പലപ്പോഴും ഹൈജാക്ക് ചെയ്ത് വെക്കാറുണ്ട്. നിങ്ങൾ ഈ ഒരു മരുന്നും കൊണ്ട്, അതായത് ഏറ്റവും വില കുറഞ്ഞ മരുന്നും കൊണ്ട് അവിടെ ആ ഒരു കുറിപ്പിടിയും കൊണ്ട് എന്ന് കഴിഞ്ഞാൽ പറയും ഈ മരുന്ന് ഇവിടെ ഇല്ല കേട്ടോ, ഇതിൻ്റെ വില കൂടിയ മറ്റൊരു കമ്പനിയുടെ സാധനമുണ്ട്, അത് എടുക്കട്ടെ എന്ന് അവർ ചോദിക്കുമല്ലേ. കാരണം മെഡിക്കൽ ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ്, ആ ഒരു ഫാർമ കമ്പനികൾ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും അവർക്ക് കോൺടാക്റ്റ് ഉണ്ട്. അവരുടെ സാധനം കൂടുതൽ വിറ്റ് പോകാനായിട്ട് അവർ എല്ലാ തരത്തിലും കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുന്നു. ഈ ഒരു മെഡിക്കൽ സ്റ്റോർ ഓണറും ഇതുപോലുള്ള ഇൻസെൻറ്റീവ്സ് ഓഫർ ചെയ്യും. അപ്പോൾ ഒരു ഡോക്ടർ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് പോകുമ്പോഴേക്കും അവിടെയും ഒരു പ്രശ്നം നേരിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരൊക്കെ ഈ ഒരു ജനറിക് മെഡിസിൻ മാത്രം വിൽക്കുന്ന ജൻ ഔഷധി പോലുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വലിയ കോർപ്പറേറ്റ് ഫാർമ കമ്പനീസ് നമ്മുടെ മനസ്സിലേക്ക് നമ്മളറിയാതെ ഇഞ്ചക്ട് ചെയ്ത് കുത്തിവെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. ബ്രാൻഡഡ് മെഡിസിൻ കഴിച്ചാലാണ് കൂടുതൽ എഫക്റ്റീവ്, മറ്റേ ജനറിക് മെഡിസിൻ വില കുറഞ്ഞ മരുന്നിനൊന്നും അത്ര എഫക്റ്റീവില്ല, മാത്രമല്ല അതിന് പല സൈഡ് എഫക്റ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ അല്ലേ. ഇത് തീർത്തും തെറ്റെന്ന് മാത്രമല്ല വളരെ ജനദ്രോഹപരമായിട്ടുള്ള ഒരു ഐഡിയ ആണ്, ഒരു സംഭവമാണ് നമ്മുടെ തലയിലേക്ക് കുത്തിവെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ബ്രാൻഡഡ് മെഡിസിൻ 20 വർഷത്തെ പേറ്റന്റ് കഴിഞ്ഞ് അത് ജനറിക് മെഡിസിനായിട്ട് മറ്റ് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഒരു പൊടിക്ക് ഒരു ശതമാനം, ഒരു വളരെ തുച്ഛമായിട്ടുള്ള ശതമാനം പോലും 0.1 ആയിക്കട്ടെ, അത്രയും മാറ്റം ഉണ്ടെങ്കിൽ പോലും അതിന് അപ്രൂവൽ കിട്ടില്ല. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ അപ്രൂവൽ ഉണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് അപ്രൂവലിലൂടെയാണ് ഈ ഒരു മരുന്ന് നിർമ്മാണ സംവിധാനം കടന്നു പോകുന്നത്. അപ്പോൾ ഒരു പൊടിക്ക് വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഇതിന് മാറ്റം കിട്ടില്ല. അതായത് ആ ഒരു ബ്രാൻഡഡ് മെഡിസിൻ്റെ കണ്ടന്റ് എന്ത് തന്നെയാണോ അത് തന്നെയാണ് ഈ ജനറിക് മെഡിസിൻ
മെഡിസിനിലും വരുന്നത്. അതിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. വീണ്ടും റിപ്പീറ്റഡ്ലി ഞാൻ എടുത്തു പറയുകയാണ്, ഈ രണ്ട് മരുന്നുകളുടെയും ടെസ്റ്റിംഗ് സംവിധാനം ഒന്ന് തന്നെയാണ്. അതിൻ്റെ അകത്ത് റിസൾട്ട് വെവ്വേറെ ആകാൻ പാടില്ല. ഇനി ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ഒരു കമ്പനി അവരുടെ പേരിലാണ് മരുന്ന് നിർമ്മിക്കുന്നത്, അവർക്ക് കൃത്യമായിട്ട് ലൈസൻസ് ഉണ്ടാകേണ്ടതുണ്ട്, അവരുടെ മരുന്നുകൾ കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അവരുടെ പേരിലാണ് ജി എസ് ടിയുടെ കാര്യങ്ങൾ അവർ ഫയൽ ചെയ്യണം. അപ്പോൾ ഒരു കമ്പനിക്ക് വ്യാജ മരുന്നൊന്നും എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കത്തില്ല. വ്യാജ മരുന്ന് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരും അതിൻ്റെ സംഘാടകരും ഉൾപ്പെടെ എല്ലാവരും ജീവപര്യന്തം തടവിന് വിധിക്കപ്പെടും. അത്രയും വലിയൊരു ക്രിമിനൽ ഒഫൻസാണ് നമ്മുടെ രാജ്യത്ത് വ്യാജ മരുന്നുകൾ നിർമ്മിക്കുന്നതും വിൽക്കുന്നതും ഉള്ളത്. അവരുടെ കമ്പനി അപ്പാടെ പൂട്ടി പോകും. അവർ വർഷങ്ങളായിട്ട് 19 വർഷമായിട്ട് ആ ഒരു പടുത്തുയർത്തിയ ആ ഒരു റെപ്യൂട്ടേഷൻ, ആ ഒരു വിശ്വാസ്യതയൊക്കെ ഒറ്റയടിക്ക് തകരും. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിന് ഒരു ഫാർമ കമ്പനീസ് മുതിരത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. മാത്രമല്ല വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരുന്ന് ലെസ് എഫക്റ്റീവ് എന്നും പറഞ്ഞ് ചിലപ്പോൾ ഈ ഒരു നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ടല്ലോ. ജനറിക് മെഡിസിൻ, വില കുറഞ്ഞ മരുന്നുകൾ എഫക്റ്റീവ് അല്ല, ബ്രാൻഡഡ് കഴിച്ചാലാണ് പെട്ടെന്ന് രോഗം മാറുന്നതെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ടല്ലേ. നമ്മൾ ഈ ഒരു മരുന്ന് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്യാനായിട്ട് 1 സെക്കൻഡ് താമസിച്ചാൽ പോലും, എത്ര 1 സെക്കൻഡിൻ്റെ താമസം വന്നു കഴിഞ്ഞാൽ പോലും, അതായത് ആ ഒരു മരുന്ന് നമ്മൾ മറ്റൊരു സോൾവെൻറ്റിൽ ലയിപ്പിക്കുകയാണ്, എന്തെങ്കിലും വെള്ളം പോലത്തെ ഒരു ലായനിയിൽ ലയിപ്പിക്കുമ്പോൾ 1 സെക്കൻഡിൻ്റെ ഡിഫറൻസ് വന്നാൽ പോലും 2 വർഷം തടവ് കിട്ടാവുന്ന കുറ്റമാണ്. ആ മരുന്ന് അപ്രൂവ് ചെയ്യത്തില്ലെന്ന് മാത്രമല്ല 2 വർഷം തടവ് കിട്ടും. അപ്പോൾ അങ്ങനെ ഡിസോൾവ് ചെയ്യാത്തൊരു മരുന്ന്, ആ ഒരു വ്യത്യാസമുള്ള മരുന്ന് അവർ ഗവൺമെൻറ്റിന് അപ്രൂവലിന് വേണ്ടി കൊടുക്കുമോ, അല്ലെങ്കിൽ അവർ സെല്ല് ചെയ്യാൻ ശ്രമിക്കുമോ? ഇല്ല, അത് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വിൽക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഈ ഒരു ജനറിക് മെഡിസിനിൽ ഒരു തരത്തിലുള്ള കെമിക്കൽ കോമ്പോസിഷനുള്ള വ്യത്യാസമില്ല. അത് രണ്ടും നമ്മുടെ ശരീരത്ത് ആക്ട് ചെയ്യുന്നത് ഒരുപോലെ തന്നെയാണ്. ഒരു ജനറിക് മെഡിസിന് 50 പൈസ 70 പൈസയൊക്കെ ഉള്ളൂ. പാരസെറ്റാമോളൊക്കെ ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ കുറച്ചുകൂടെ വില കൂടും, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ബ്രാൻഡഡ് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ഒക്കെ വില തന്നെ ആയിരിക്കാം ഉള്ളത്. 2010 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ യൂണിയൻ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന സുജാത റാവു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അവർ 2010 ഒരു നിർദ്ദേശം കൊണ്ടുവരികയാണ്, എല്ലാ ഡോക്ടേഴ്സും മസ്റ്റായിട്ട് നിർബന്ധമായിട്ടും ജനങ്ങൾക്ക് ജനറിക് മെഡിസിൻ മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതല്ലേ. അതിനുശേഷം കുറച്ച് നാൾക്ക് ശേഷം ഇതേ സുജാത റാവു മാധ്യമങ്ങൾ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ഈ ഒരു നിർദ്ദേശം കൊടുത്ത ശേഷം എൻ്റെ സീനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, എൻ്റെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും, പാർലമെൻറ്റിൽ നിന്നും, എം പിമാരുടെ ഭാഗത്തു നിന്നൊക്കെ കഠിനമായിട്ടുള്ള പ്രഷറാണ് വരുന്നത് ഈ ഒരു നിർദ്ദേശം പിൻവലിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫാർമ കമ്പനീസ് എല്ലാ മേഖലകളും ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അതിനു മുമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് തവണ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സ് കൂടുതലായിട്ട് ജനറിക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുക എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നിർദ്ദേശങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു യൂണിയൻ സെക്രട്ടറി ഇതൊന്നും കടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും പാർലമെൻറ്റിൽ നിന്നുള്ള എം പിമാരുടെയും ഇവരുടെ സീനിയർ ഡോക്ടർമാരുടെയും അവരുടെയൊക്കെ പ്രഷറാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എത്രത്തോളം ഇവിടെ കൈകടത്തലുകളാണ് ഫാർമ കമ്പനീസ് നടത്തിക്കൊണ്ട് പോരുന്നത്. ഇനി നമ്മൾ നിയമത്തെ പറ്റി സംസാരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഒരു നിയമം പാസ്സാക്കിക്കൂടെ? നിയമം പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളിയൊന്നും നടക്കത്തില്ലല്ലോ എന്നല്ലേ. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു രീതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർ നമ്മൾ ചെല്ലുന്നു, ഡോക്ടർ മരുന്ന് കുറിച്ച് തരുന്നു, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഫാർമസി തന്നെ മരുന്ന് മേടിക്കാൻ നിൽക്കുന്നല്ലേ. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഫാർമസീസ് ജനറിക് മെഡിസിൻസ് മാത്രമേ വിൽക്കത്തുള്ളൂ. അതവിടെ ഇരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും അറിയാമല്ലേ. പക്ഷെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും പറയുന്നത്, അയ്യോ ഈ മരുന്ന് ഇവിടെ ഇല്ലല്ലോ, അത് ഈ ബ്രാൻഡഡ് മെഡിസിനാണ്, ഇത് പുറത്തെ കടയിൽ നിന്ന് മേടിക്കാനായിട്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാവും. അതായത് ഡോക്ടർ കുറിച്ച് തരുന്നത് അവിടുത്തെ ഫാർമസിയിൽ ഇല്ലാത്ത ജനറിക് മെഡിസിൻ കാറ്റഗറിയിൽ പെടാത്ത ഒരു മരുന്നായിരിക്കും. അതൊരു പക്ഷേ ഒരു ബ്രാൻഡഡ് മെഡിസിൻ ആയിരിക്കും അല്ലെ. പുറത്ത് പോയിട്ട് ഇരട്ടി വിലയ്ക്ക് നിങ്ങളത് മേടിക്കേണ്ടി വരുന്നു. കാരണം ഒരുപക്ഷെ ആ ഒരു ഡോക്ടറിന് ആ ഒരു ഫാർമ കമ്പനിയായിട്ട് കൊളാബറേഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഒരുപാട് ജനറിക് മെഡിസിൻ ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ 2-3 ബ്രാൻഡഡ് കൂടെ വെച്ചത്. അത് പുറത്തുനിന്ന് മേടിക്കട്ടെ, ഇത്രയും ഫാർമസിയിൽ നിന്ന് കിട്ടിയില്ല, ബാക്കി പുറത്തുനിന്ന് വില കൂടി മേടിച്ചോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ ഒരു നിയമം പാസ്സാക്കുന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് ഡോക്ടേഴ്സ് എല്ലാം മസ്റ്റായിട്ടും ജനറിക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞൊരു സംഭവം പാസ്സാക്കിക്കൂടാ? അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്നത് അതിലും വലിയ പ്രശ്നങ്ങളായിരിക്കും. കാരണം ഈ ഒരു ഇന്ത്യ രാജ്യത്ത് 130 കോടി ജനങ്ങളുണ്ടല്ലേ. എല്ലാവരും ജനറിക് മെഡിസിനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും അവിടെ സംഭവിക്കാൻ പോകുന്നത് ജനറിക് മെഡിസിൻ്റെ ഷോർട്ടേജ് ആയിരിക്കും. അതായത് അതിൻ്റെ ലഭ്യത കുറവുണ്ടാകും. മാത്രമല്ല അതോടൊപ്പം തന്നെ ബ്രാൻഡഡ് മെഡിസിനുള്ള ഡിമാൻഡ് കുറയും. ബ്രാൻഡഡ് മെഡിസിൻ അതിൽ നിന്ന് കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടാതെ വരും. കമ്പനി അത് ഉൽപ്പാദിപ്പിക്കുന്നിടത്തും ഒരുപാട് മരുന്ന് കെട്ടിക്കിടക്കും. അങ്ങനെ അവർ നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയൊരു മരുന്നിൻ്റെ വേരിയൻറ്റുകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ നടത്തത്തില്ല.
കാരണം അവർക്ക് അതിൽ നിന്ന് തീർച്ചയായിട്ടും ലാഭം കിട്ടേണ്ടതുണ്ട്, അവർ നടത്തിയിട്ടുള്ള പഠനത്തിനും എഫേർട്ടിനും അല്ലേ. അതുകൊണ്ട് ഇത് വലിയൊരു ഇംബാലൻസ്, വലിയൊരു അരക്ഷിതാവസ്ഥ ഈ ഒരു മരുന്നുകളുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യും. ഒന്ന്, ലഭ്യത കുറവായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ജനറിക് മെഡിസിൻ്റെ ലഭ്യത കുറവുണ്ടാകും. അതുപോലെ ബ്രാൻഡഡ് മെഡിസിൻ വേണ്ട സാഹചര്യങ്ങളിൽ പോലും അത് ഇല്ലാതെ വരികയും ചെയ്യും. അങ്ങനെയല്ല, രണ്ടും നമുക്ക് തുല്യമായിട്ട് ഒരു ബാലൻസ് നിർത്തിയിട്ട്, ഒരു ഇക്വലിബ്രിയത്തിൽ നിർത്തിയിട്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരാത്തത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജനറിക് മെഡിസിൻ ലഭിക്കുന്ന ജൻ ഔഷധി പോലുള്ള സെന്റേഴ്സ് തുടങ്ങിയിട്ടുണ്ടല്ലേ. പക്ഷേ ജൻ ഔഷധിയിൽ എല്ലാ തരത്തിലുള്ള ജനറിക് മെഡിസിൻ കിട്ടത്തൊന്നുമില്ല. പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്നറിയാവോ? ഈ ലോകത്ത് ഏറ്റവും വലിയ ജനറിക് മെഡിസിൻ്റെ എക്സ്പോർട്ടേഴ്സ്, കയറ്റുമതിക്കാരാരെന്നറിയാവോ? നമ്മളാണ്. ഏറ്റവും ചീപ്പ് റേറ്റിൽ ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപകളുടെ എക്സ്പോർട്ട് നടത്തുന്നവർ നമ്മളാണ്. പക്ഷെ നമ്മൾക്കിവിടെ ജൻ ഔഷധിയിൽ പോലും എല്ലാ തരത്തിലുള്ള ജനറിക് മെഡിസിനും കിട്ടാനില്ല. ഇതിലും വലിയ വിരോധാഭാസം വേറെ എന്തുണ്ട്? ഒരു ജനറിക് മെഡിസിനെയും ഒരു ബ്രാൻഡഡ് മെഡിസിനെയും എങ്ങനെ തിരിച്ചറിയാം? അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ സാൾട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കമ്പോസിഷൻ മനസ്സിലാക്കാം. പക്ഷേ എല്ലാവർക്കും അതിന് സാധിക്കണമെന്നില്ല. അപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് JenAushadhi.gov.in എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിലേക്ക് പോവുക. അതിനുശേഷം പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ സെക്ഷൻ എടുക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറെ കുറിച്ച് തന്നിട്ടുള്ള മരുന്നിൻ്റെ പേര് അവിടെ ജസ്റ്റ് സെർച്ച് ചെയ്യുക. ടൈപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് റെക്കമെൻഡേഷൻ ആയിട്ട് വന്നോളും. അത് ഓക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ ജനറിക് മെഡിസിൻ്റെ പേരും അവിടെ വന്നോളും. നിങ്ങളുടെ ആ പേര് അവിടെ ഇല്ലെങ്കിൽ മനസ്സിലാക്കുക അതൊരു ബ്രാൻഡഡ് മെഡിസിനാണ്. ആ ഒരു കെമിക്കൽ കോമ്പോസിഷനുള്ള എല്ലാ ജനറിക് മെഡിസിനും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗത്തിൽ മരുന്നുകളെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എസെൻഷ്യൽ ഡ്രഗ്സ് ആണ്, ഒന്ന് നോൺ എസെൻഷ്യൽ ഡ്രഗ്സ് ആണ്. അതായത് അത്യാവശ്യമായിട്ടുള്ള മരുന്നുകളും അത്യാവശ്യമില്ലാത്ത മരുന്നുകളുമല്ല. ഇന്ത്യയിൽ എസെൻഷ്യൽ ഡ്രഗ്സിൽ 348 ഡ്രഗ്സിനെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിനിൽ ഇത് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അത്യാവശ്യം മരുന്നുകളുടെ പട്ടികയിൽ ഒരു മരുന്നിനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ മരുന്നിൻ്റെ കംപ്ലീറ്റ് വിലയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഫാർമ കമ്പനികൾക്ക് അതിൻ്റെ പുറത്തുള്ള കൺട്രോൾ അപ്പാടെ പോവുകയാണ് ഉണ്ടാകുക. ഫാർമ കമ്പനിക്ക് ആ ഒരു മരുന്ന് അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് പിന്നീട് അങ്ങോട്ട് വിൽക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ വില തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഫാർമ കമ്പനീസ് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നത് നോൺ എസെൻഷ്യൽ ഡ്രഗ്സിൽ നിന്നുമാണ്. അതെങ്ങനെയാണ് അവർ വിൽക്കുന്നത്? മെഡിക്കൽ സ്റ്റോറുകളെ ഹൈജാക്ക് ചെയ്തും ഡോക്ടേഴ്സിനെ ഹൈജാക്ക് ചെയ്തും ഒക്കെ ഡോക്ടേഴ്സിനെ കൊണ്ട് ഈ ഒരു മരുന്ന് കുറിപ്പിച്ചു. അതായത് പല ഡോക്ടേഴ്സും കുറിച്ച് തരുന്ന ഒരു ചീട്ട് നോക്കുവാണെങ്കിൽ ഒരു 5-6 ജനറിക് മെഡിസിൻ ഉണ്ടാകും, അതോടൊപ്പം ഒരു 2-3 ബ്രാൻഡഡ് മെഡിസിനും ഉണ്ടാകും അല്ലേ. ആ ഒരു കമ്പനിയായിട്ട് ഈ ഒരു ഡോക്ടറിന് ഒരു പക്ഷേ കൊളാബറേഷൻ ഉണ്ടാകും, അങ്ങനെ കുറിക്കുന്നതായിരിക്കാം. എന്തായാലും ഇതാണ് ഈ ഒരു നോൺ എസെൻഷ്യൽ ഡ്രഗ്സിൽ നിന്നുമാണ് ഇവർ പ്രധാനമായിട്ടും വരുമാനം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 14,000-ഓളം വരുന്ന നോൺ എസെൻഷ്യൽ ഡ്രഗ്സുകളുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്നറിയാവോ? ഏറ്റവും ഞെട്ടിക്കുന്നൊരു ഫാക്ട് എന്താണെന്നറിയാവോ? ഈ 14,000-ഓളം വരുന്ന ഡ്രഗുകളില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ 348 എസെൻഷ്യൽ ഡ്രഗ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ തന്നെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് മാത്രമാണ്. 348 അത്യാവശ്യമായിട്ടുള്ള മരുന്നുകളെ പലതരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ കമ്പനീസ് പല പേരിൽ അവർക്ക് തോന്നിയ വിലയിൽ നോൺ എസെൻഷ്യൽ കാറ്റഗറിയിൽ ബ്രാൻഡഡ് കാറ്റഗറിയിൽ വിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കേണ്ടത്, നമ്മൾ ഡോക്ടേഴ്സിനെ പറ്റി സംസാരിച്ചു, ഫാർമ കമ്പനീസിനെ പറ്റി സംസാരിച്ചു, മെഡിക്കൽ സ്റ്റോറുകളെ പറ്റി സംസാരിച്ചു. ഇനി ലാബുകളെ പറ്റിയിട്ടാണ് സംസാരിക്കേണ്ടതല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ലാബുകളുണ്ട്. നിങ്ങളൊരു ലാബ്, ഒരു മെഡിക്കൽ ടെസ്റ്റിംഗ് ലാബ് തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് രോഗികൾ വന്നൊന്നുമില്ല. കാരണം നാട്ടിൽ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇത്രയും പേരും പ്രശസ്തിയുള്ള ലാബുകളുണ്ട്. അപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് പോകത്തല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് ആൾക്കാർ വന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഇതുപോലെ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് അദ്ദേഹമായിട്ട് കൊളാബറേറ്റ് ചെയ്യാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് അനുഭവമുണ്ട്. ഞാനിങ്ങനെ പണ്ട് കൊച്ചിലേക്ക് എന്തെങ്കിലും ഡിസീസിന് വേണ്ടി ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും ഡോക്ടർ ടെസ്റ്റിംഗ് എന്നും പറഞ്ഞ് എഴുതി വിടുമല്ലോ, അത് ആ ഒരു ലാബിൻ്റെ ലെറ്റർ പാഡിലാണ്. അവർ എഴുതരുന്നത്. ഈ ലാബിൻ്റെ ലെറ്റർ പാഡ് എങ്ങനെ വന്നു? അവർ ലാബ് ഡോക്ടറുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഷ്യൻസ് അങ്ങോട്ടേ പോകത്തുള്ളൂ. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ചെയ്തു തരും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും, എന്തെങ്കിലും കൂടെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് എന്തായാലും അങ്ങോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഇത് ഒരു കോക്കസാണ്. ഫാർമ കമ്പനീസ്, ചില ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റോറുകൾ, ലാബുകൾ ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു കോക്കസിൻ്റെ അകത്ത് പെട്ടിരിക്കുകയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. ഓരോ രോഗിയെ വിടുമ്പോഴും ഈ ഡോക്ടറിന് അതിൽ നിന്ന് നല്ലൊരു കമ്മീഷനായിരിക്കും ഈ ഒരു ലാബുകാർ വാഗ്ദാനം ചെയ്യുക. പിന്നെ പലപ്പോഴും എല്ലാവരും നിങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല, അതായത് നിസ്സാരമായിട്ടുള്ള രോഗത്തിനായിരിക്കും നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോകുന്നത്. ആ ഡോക്ടർ ഒരുപാട് ടെസ്റ്റുകൾ കുറിച്ച് തരികയാണ്, അനാവശ്യ ടെസ്റ്റുകൾ കുറിച്ച് തരികയാണ്. ഞാൻ പറഞ്ഞത് നല്ല ഡോക്ടറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ കുറിച്ച് തരുന്ന ഡോക്ടേഴ്സിനെ പറ്റിയിട്ടോ അല്ല, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ, നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ ഉണ്ടായേക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മളൊരു ചെറിയൊരു അസുഖമായിട്ട് പോയിട്ട് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകൾ ഇന്നൊരു ലാബിലേക്ക് മാത്രം, ആ ലാബിൻ്റെ ലെറ്റർ പാഡിലേക്ക് കുറിച്ച് തരികയാണ്.
എനിക്ക് കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞിടയ്ക്ക് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, കാരണം ഡോക്ടേഴ്സിന് ആ ഒരു കമ്മീഷൻ ത്രൂ നല്ലതുപോലെ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മണി മൈൻഡഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അത് പ്രശ്നം തന്നെയാണ്. ഇനി വളരെ കുറച്ച് ആളെ പിഴിയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് വരുവാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് മറ്റൊരു മെഡിക്കൽ ബിസിനസ്സിൻ്റെ വേറൊരു ലോകമാണല്ലേ. ഒരു ചെറിയ രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ പോലും ഒരുപാട് ടെസ്റ്റുകളിന് വിധേയമാക്കുക, ഒരുപാട് മരുന്നുകൾ കുറിക്കുക, അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് സെയിൽസ് റിവ്യൂ മീറ്റിംഗ് എല്ലാ മാസവും സംഘടിപ്പിക്കും. അതുപോലെ എല്ലാ മാസവും ബഡ്ജറ്റിൻ്റെ പ്ലാൻ ഉണ്ടാവും. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പൂനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു NGO സാത്തി എന്നാണ് അതിൻ്റെ പേര്, അതിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭയ് ശുക്ല നടത്തിയിട്ടുള്ള ഒരു സർവേ പ്രകാരം ഇതുപോലുള്ള ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഫസ്റ്റ് തന്നെ പ്രിഫർ ചെയ്യുന്നത് എലക്റ്റീവ് സർജറിയാണ്. എന്താണ് എലക്റ്റീവ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർജറി അത്യാവശ്യമല്ല എങ്കിൽ കൂടിയിട്ട് സർജറി നടത്താമെന്നും പറഞ്ഞ് ആ രോഗിയെ തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ അവരുടെ പക്കൽ നിന്ന് മുറ്റുകയാണ്. അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രായം ചെന്ന ഒരാൾക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് സർജറി മതിയായിരിക്കും, പക്ഷേ ഇപ്പോൾ തന്നെ നടത്തണം എന്നും പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് സർജറി നടത്തിയിട്ട് ആ ഒരു എമൗണ്ട് ഊറ്റിയെടുക്കുന്ന ഒരു മെഡിക്കൽ കൊള്ള എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൂടെ പല ഡോക്ടേഴ്സും പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസും കടന്നു പോകാറുണ്ട്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഞാൻ ജനറലൈസ് ചെയ്തല്ല പറഞ്ഞത്, പല ചില എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഇതേ NGO ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത പ്രകാരം ഒരു ഡോക്ടറിനെ ആ ഒരു ഹോസ്പിറ്റലിൽ പുറത്താക്കിയാണ്. കാരണം അദ്ദേഹത്തിന് 10% മാത്രമേ സർജറി കൺവേർഷൻ കിട്ടുന്നുള്ളൂ. അതായത് രോഗികൾ വരുമല്ലോ, അതിൻ്റെ അകത്ത് 10% പേരെ മാത്രമേ സർജറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ, അത്രയൊന്നും പോരാ എന്നും പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറിനെ ആ ഒരു ഹോസ്പിറ്റലിൽ പുറത്താക്കിയാണ്. മാത്രമല്ല ഒരു 2 ലക്ഷത്തിൻ്റെ സർജറി നടന്നു കഴിഞ്ഞാൽ 25,000 മാത്രമാണ് ഡോക്ടറിന് പോകുന്നത്, ബാക്കി കംപ്ലീറ്റ് ഈ ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോവുക. അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഒന്നേ ഉള്ളൂ, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക, രണ്ടാമത് മറ്റൊരു അഭിപ്രായം കൂടെ എടുക്കുക. നിങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളും അതും ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ പരിചയത്തിലുള്ള അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക മസ്റ്റായിട്ട്. അതാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അല്ലാതെ ഈ ടെസ്റ്റുകൾ വേണ്ടെന്ന് തീരുമാനിക്കാനോ ഇത് വേണമെന്ന് തീരുമാനിക്കാനോ ഈ മരുന്ന് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളാരുമല്ല, അതൊരു ഡോക്ടറിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഡോക്ടറിൻ്റെ അഭിപ്രായം തേടുക എന്നുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ. അത് തന്നെയാണ് ചെയ്യേണ്ടതും. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റായി ഒരു സർജറി ഒക്കെ നടത്തിയിട്ട് നമ്മൾ അവിടെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും അവിടുത്തെ ഡിസ്ചാർജ് സമ്മറി അല്ലെങ്കിൽ ഡിസ്ചാർജ് ചാർജ് ഷീറ്റോ ഒക്കെ നമുക്ക് തരേണ്ടതുണ്ടല്ലോ. പക്ഷേ പല ഹോസ്പിറ്റൽസും ഇത് മറച്ചു വയ്ക്കും. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ മെഡിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെയും കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴായിരിക്കും ഇതൊക്കെ എന്തിനാണ് നടത്തി, ഇതിനൊക്കെ എത്ര വിലയാണ് വന്നിരിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടല്ലേ. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്ന പല അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ 2% ജനങ്ങളും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണല്ലേ. അപ്പോൾ അവരോട് നമ്മൾ ബ്രാൻഡഡ് മെഡിസിൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരിക്കത്തേ ഉള്ളൂ. കാരണം അവർക്ക് അതിന് ഒക്കില്ല, അവരുടെ കയ്യിൽ വരുമാനമില്ല. അവരുടെ ആവറേജ് വരുമാനം ഒരു ദിവസം 1 രൂപ എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നോർത്തിലേക്ക് അല്ലെങ്കിൽ പല ആൾക്കാരുടെ വരുമാനമൊക്കെ അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷനൊന്നും കിട്ടാനില്ലാത്തൊരവസ്ഥയിലൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരുടെ അവസ്ഥ. ഇപ്പോൾ ആ ഒരു അമ്മ മറിയക്കുട്ടി അമ്മ അങ്ങനെ പേരല്ലായിരുന്നോ, അപ്പോൾ ആ ഒരു അമ്മയൊക്കെ സമരം ചെയ്യുന്ന കണ്ടു. മാസങ്ങളായിട്ട് ക്ഷേമ പെൻഷനില്ല, ആകെപ്പാടെയുള്ള വരുമാനം ക്ഷേമ പെൻഷനാണ്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അവരോട് നമ്മൾ പറയുകയാണ് ബ്രാൻഡഡ് മെഡിസിൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരെ കൊണ്ട് നടക്കില്ല അല്ലേ. അപ്പോൾ അവർ അൾട്ടിമേറ്റ്ലി മരണത്തിലേക്ക് പോകത്തേ ഉള്ളൂ. അപ്പോൾ പോവർട്ടി, ഈ ഒരു ദാരിദ്ര്യവും അതോടൊപ്പം ബ്രാൻഡഡ് മെഡിസിനും കൂടെ പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. ഈ സിറ്റികളിലായിരിക്കും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അവിടെ താമസിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരെക്കാളും വരുമാനവും ആ ഒരു ഇതൊക്കെ കൂടുതലല്ല. അവർ ചിലപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകത്തില്ല, അവർക്ക് സ്റ്റാറ്റസിൻ്റെ പ്രശ്നങ്ങൾ കാണും, ഈഗോ പ്രശ്നങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ അവർ മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ അത്യാധുനിക സെറ്റപ്പ് മാത്രമേ അവർ ആശ്രയിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡോക്ടേഴ്സും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലുള്ള സിറ്റികളും ഇതുപോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസുമാണ്. ഇപ്പോൾ ഇനി നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ, നമ്മുടെ കേരളത്തിൻ്റെ സൗത്ത് ഇന്ത്യയുടെ അവസ്ഥയിലെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ഡോക്ടേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്. ചെറിയൊരു മുറിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് 57% പേരും മെഡിക്കൽ ഡിഗ്രി ഉള്ളവരല്ല, അതായത് ഡോക്ടേഴ്സ് അല്ല, വ്യാജ ഡോക്ടർമാരാണ്. 31% പേര് അതിൻ്റെ അകത്ത് ജസ്റ്റ് +2 മാത്രമേ പാസ്സായിട്ടുള്ളൂ. അവരാണ് ഡോക്ടേഴ്സ് എന്നും പറഞ്ഞ് ചമഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു 57% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറാണ്, പക്ഷെ അവർ മുന്നാവായിയാണ്. അതായത് യാതൊരുവിധ വിവരവും ഇല്ല ഇതിനെ പറ്റിയിട്ട്. എങ്ങനെയോ തട്ടിയും മുട്ടിയൊക്കെയോ ഏതൊക്കെയോ കോപ്പി അടിച്ചിട്ടൊക്കെ MBBS മറ്റെന്തെങ്കിലും ഹോമിയോപ്പതിയിലുള്ള ഡിഗ്രിയൊക്കെ പാസ്സായിട്ട് ഡോക്ടറാണെന്നും പറഞ്ഞിട്ട് യാതൊരുവിധ ചികിത്സയുടെയും ബാലപാഠങ്ങൾ പോലും അറിയാതെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ബിടെക്കുകാരെങ്ങനെയാണ്, ഞാൻ ഉൾപ്പെടെയുള്ളത്,
പറയുമ്പോൾ എഞ്ചിനീയറൊക്കെയാണ്, ബിടെക് ഒക്കെ പാസ്സായി. പക്ഷെ നമ്മൾ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യമായിട്ട് അറിയാം ഇല്ല. 2 വയർ കൂട്ടിപ്പിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാടുള്ള കാര്യമായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ഞാനൊരു ഉപമ പറഞ്ഞതാണ്. അതുപോലുള്ള ഒരുപാട് 57% പേര് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെയുള്ള ഗ്രാമങ്ങളിലെ ഡോക്ടർമാരുടെ അവസ്ഥ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊക്കെ ഇപ്പോൾ ഒരു കൊറോണ ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അതിനെ പറ്റിയിട്ട് എല്ലാ തരത്തിലുള്ള വാർത്തകൾ, എല്ലാ തരത്തിലുള്ള ബോധവൽക്കരണവും നമുക്ക് തരാറുണ്ടല്ലോ. പക്ഷേ എപ്പോഴെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ ജനറിക് മെഡിസിനെ പറ്റിയിട്ടും ബ്രാൻഡഡ് മെഡിസിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ കാര്യമായിട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇടയ്ക്ക് പ്രധാനമന്ത്രി പറയും ടേക്ക് ജനറിക് മെഡിസിൻസ്. അതൊക്കെ ഒരൊറ്റ പ്രസംഗത്തിൽ മാത്രമല്ലേ ഉള്ളൂ. അത് എല്ലാവരും കേൾക്കണമെന്നില്ല. അദ്ദേഹം അത് പറയാനെങ്കിലും കാണിച്ചത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണ ഇനിഷ്യേറ്റീവുകൾ ഉണ്ടാകുന്നില്ല. സാധാരണക്കാർ ബ്രാൻഡഡ് മെഡിസിൻ എടുക്കാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുന്നു, അവർ നിർബന്ധിതരാകുന്നു അതിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഭൂരിഭാഗം പേരെ പോലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ടല്ലോ, അതിലൊരാൾക്ക് ഗുരുതരമായിട്ടുള്ള ഒരു അസുഖം വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോകാൻ പോകുന്നത് ഈ ഒരു പോവർട്ടി ലൈൻ്റെ താഴത്തേക്കായിരിക്കും. കാരണം അവരെ കൊണ്ട് വഹിക്കാൻ പറ്റുന്ന ചിലവുകൾ ആയിരിക്കത്തില്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നത്. പലപ്പോഴും നമ്മൾ പല ആൾക്കാരുടെയും അവസ്ഥ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം മിഡിൽ ക്ലാസ് ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോരുന്നൊരു കുടുംബമായിരിക്കും. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ടൊരു അസുഖം ആ ഒരു കുടുംബത്തിലെ ഒരാളെ ബാധിക്കുന്നു. അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് പൈസയും ചിലവായി, സേവിങ്സ് ചിലവായി, വീട് പണയം വെച്ച് ആ ഒരു തുകയും ചിലവഴിച്ചു. എന്നിട്ടും രക്ഷയില്ലാതെ വരുമ്പോഴേക്കും അവർ ചാരിറ്റിക്കാരെ സമീപിക്കാറുണ്ടല്ലേ. ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവർ ഈ ഒരു ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ നിന്ന് അടുത്തത് മെഡിക്കൽ സ്റ്റോറിലേക്ക്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ലാബിലേക്ക്, ലാബിൽ നിന്ന് വീണ്ടും ഡോക്ടറിലേക്ക്, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. 20% പേർക്ക് മാത്രമാണ് അതിൻ്റെ പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുക. ബാക്കി 40% പേർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പൈസ മറ്റുള്ളവരിൽ നിന്നും കടം മേടിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മളൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഓരോ വ്യക്തികൾക്കും എടുത്തു വെക്കേണ്ടത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് പരസ്യത്തിന് വേണ്ടി പറയുന്നതല്ല, അത് എല്ലാവരും എടുത്തു വെച്ചിരിക്കുക. കാരണം നാളെ നമുക്ക് എന്ത് വരുമെന്ന് ആർക്കും അറിയത്തില്ല. നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് രോഗികളെ കാണാറില്ല, ചാരിറ്റി വീഡിയോസ് കാണാറില്ല. അവരാരും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇങ്ങനൊരു അസുഖം വരുമെന്ന്. രോഗത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. ഇന്ന് നമ്മൾ ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നാളെ അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിറ്റോ നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറുക, ബുക്ക് എ ഫ്രീ കോൾ വിളിക്കുക, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സൗകര്യമുള്ള ഡേറ്റും സമയമൊക്കെ തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് ഒരാളെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു തന്നോളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ ഫീൽഡ്, ഫാർമ, ലാബ്, മെഡിക്കൽ സ്റ്റോറുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങൾ എല്ലാം കൂടെ കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതിൻ്റെ അകത്ത് പെട്ട് ഉലഞ്ഞു പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ഇനിയെങ്കിലും ബ്രാൻഡഡ് മെഡിസിനും ജനറിക് മെഡിസിനും എന്നുള്ള 2 സംഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് പല വിലയുടെയാണ്, പക്ഷേ ആ മരുന്നുകൾ ഒന്നും തന്നെയാണ്. അതിൻ്റെ അകത്തൊരു പൊടിക്ക് പോലും വ്യത്യാസമില്ലെന്ന് മനസ്സിലാക്കുക. നമ്മൾ 100 രൂപയുടെ പാരസെറ്റാമോൾ കഴിച്ച് കഴിഞ്ഞാലും 1 രൂപയുടെ പാരസെറ്റാമോൾ കഴിച്ച് കഴിഞ്ഞാലും അത് രണ്ടും എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരേ തരത്തിലായിരിക്കും, ഒരേ സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അതുണ്ടാക്കുന്നത്. 1 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് അത് ചീപ്പാണ്, അതിൻ്റെ ക്വാളിറ്റി ഇല്ല എന്നൊന്നും വിചാരിക്കാതിരിക്കുക. കൃത്യമായിട്ടുള്ള ടെസ്റ്റിങ്ങിലൂടെ മാത്രമേ അവർക്കത് ഈ ഒരു പബ്ലിക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഡിസോൾവ് ചെയ്യാനായിട്ട് 1 സെക്കൻഡ് കുറഞ്ഞാൽ പോലും 2 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. വ്യാജ മരുന്നുകൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം തടവ് കിട്ടാവുന്ന കുറ്റമാണ്. കമ്പനി പൂട്ടിപ്പോവും, ഇത്രയും നാളുണ്ടാക്കിയ റെപ്യൂട്ടേഷൻ നശിക്കും. അതുകൊണ്ട് ഇതൊന്നും ആരും ചെയ്യില്ല. ജനറിക് മെഡിസിൻ എടുക്കുക. അത് മാത്രമാണ് ഈ ഒരു വീഡിയോ. ഞാൻ അതിനെ പറ്റിയിട്ട് ബോധവൽക്കരണം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തത്. മറ്റൊരു വീഡിയോയിൽ മറ്റുള്ള വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. ഇസ്മേഷൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.